ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് എന്നുവെച്ചാൽ എൻ്റെ സ്കിന്നിൽ ഞാൻ എന്തൊക്കെ ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസ് എന്ന് പറയുന്നത് അല്പം ഡ്രൈ ആയിട്ടുള്ളൊരു ഫേസ്. അപ്പോൾ ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഒരു സ്കിൻ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇടുന്നതിന് മുൻപേ ഡ്രൈ ആയിട്ടിരിക്കും. ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഓയിലി പോലെ ഫീൽ ചെയ്യും. പക്ഷേ ആ ഓയിലി എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റ്സിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ഒരു ഓയിലി മാറും. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് മേലെയാണ് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല മാറ്റം ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ പൗഡർ മാത്രമേ എടുത്തുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് പൗഡറിന് മുന്നേ ഇതിട്ടില്ലെങ്കിൽ എന്തോ പോലാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അവരവർ യൂസ് ചെയ്യുന്ന റെഗുലർലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാലും അതിൽ ഏതെങ്കിലും ഒന്ന് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നവരാണ്. അതിപ്പോൾ എത്ര പൈസ ആണെങ്കിലും നമ്മുടെ സ്കിന്നും ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ സ്കിന്ന് നമ്മൾ നോക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്. എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിത് നന്നായിട്ടാണ് തോന്നിയത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻചാൻഡറിൻ്റെ പൗഡറാണ്. അതിനുശേഷം അതായത് ഞാൻ പറഞ്ഞ 10-15 മിനിറ്റ്സ് നമ്മൾ ടൈം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിന് നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ലിപ് ബാം ഈ സ്ട്രോബെറിയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലത്തെ കുഞ്ഞത് വാങ്ങിയാന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ലിപ്സ്റ്റിക്ക് പോലുള്ള ലിപ് ബാമുകളുണ്ട്. അത് പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അത് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടാനിട്ടാണ് ഞാൻ ഇതുപോലത്തെ ലിപ് ബാമുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക്. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതാണ്. ഇത് കാണുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ തോന്നുമെങ്കിലും ഇറ്റ്സ് ലുക്ക് ലൈക്ക് റെഡ് കളറാണ്. നമ്മുടെ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ റെഡായിട്ട് തോന്നും. പിന്നെന്ന് പറയുന്നത് ഐലൈനർ. ഓക്കെ, ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മണ്ടയിൽ മാത്രമേ ഞാൻ ഐലൈനർ യൂസ് ചെയ്യും. താഴെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു ഒരു ഐഷാഡോ പാലറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള 2 ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ ഐഷാഡോസ് ആയിട്ട് യൂസ് ചെയ്യാറ്. ഇതുവരെ അത്ര പ്രശ്നമൊന്നുമില്ല. നല്ല ഒന്ന് ലൈറ്റ് കളറും ഒന്ന് ഡാർക്ക് 2 കളേഴ്സാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് എന്നാണിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, അതായത് വലിയ ഫങ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതാണ് ഈ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.